എല്ലാവർക്കും മലയാളം പഠിപ്പുരയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ക്ലാസ് രാമചരിതത്തെക്കുറിച്ചാണ്. രാമചരിതം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഓർമ്മയിൽ വരുന്നത് എന്താണ്? പാട്ടുപ്രസ്ഥാനം. അതെ, പാട്ടുപ്രസ്ഥാനത്തിൽ ലീലാതിലകക്കാരൻ കൊടുത്ത നിർവചനത്തിന് എല്ലാ ലക്ഷണങ്ങളോടും ഒത്തിണങ്ങിയ കൃതിയാണ് നമ്മുടെ രാമചരിതം. മലയാളത്തിൽ തന്നെ കണ്ടുകിട്ടിയതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന കൃതിയാണ് നമ്മുടെ രാമചരിതം. ഈ രാമചരിതത്തിൽ 164 പടലങ്ങളും 1814 പാട്ടുകളുമാണ് ഉള്ളത്. ഓരോ പടലത്തിലും 11 പാട്ടുകൾ കാണുന്നുണ്ട്. എന്നാൽ ചിലതിൽ 10 പാട്ടുകളും 12 പാട്ടുകളും ഒക്കെ കാണുന്നുണ്ട്. അധികവും കാണുന്നത് 11 പാട്ടുകളാണ്. ഇനി രാമചരിതത്തിലെ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ രാമായണം യുദ്ധകാണ്ഡത്തെ വിഷയമാക്കിയാണ് രാമചരിതം എഴുതിയിരിക്കുന്നത്. ഇതിൽ എഴുതിയ കവി ചീരാമനാണെന്ന് പറയുന്നുണ്ട്. ഇതിന് പറ്റി കുറേ അഭിപ്രായങ്ങളുണ്ട് കേട്ടോ. ഈ രാമചരിതത്തെ പറ്റി കുറേ അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് വരുന്ന വഴിയിൽ നമുക്ക് പരിചയപ്പെടാം. വാൽമീകി രാമായണത്തെയും തമിഴിലെ കമ്പരാമായണത്തെയും ഉപജീവിച്ചാണ് ചീരാമൻ നമ്മുടെ രാമചരിതം എഴുതിയിരിക്കുന്നത്. ഇത് ആദ്യം ഈ കൃതി നമ്മുടെ പണ്ഡിത ശ്രദ്ധയിൽ കൊണ്ടുവന്നത് ഹെർമൻ ഗുണ്ടർട്ടാണ്. ഗുണ്ടർട്ടിൻ്റെ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടുവിൻ്റെ മുഖവരിയിലാണ് രാമചരിതത്തെക്കുറിച്ച് പരാമർശിക്കുന്നത്. അങ്ങനെ ആണ് നമുക്ക് രാമചരിതത്തെക്കുറിച്ചുള്ള അറിവ് ആദ്യമായിട്ട് കണ്ടുകിട്ടുന്നത്. അതിനുശേഷം 1917 രാമചരിതത്തിലെ ആദ്യത്തെ 30 പടലങ്ങൾ പ്രാചീന മലയാള മാതൃകകൾ എന്ന പേരിൽ ഉള്ളൂരിൻ്റെ നേതൃത്വത്തിൽ പ്രസാധനം ചെയ്തത് ചിറക്കൽ ടി ബാലകൃഷ്ണൻ നായരാണ്. അതിനുശേഷം കുട്ടികൾക്ക് പഠിക്കാൻ എന്ന രീതിയിൽ 1925 മദ്രാസ് യൂണിവേഴ്സിറ്റി 82 പടലങ്ങളും പ്രസിദ്ധീകരിച്ചു. രാമചരിതം മുഴുവനായിട്ട് മുദ്രണം ചെയ്തത് 1932 ശ്രീ ചിത്രോദയ മഞ്ജരി ഗ്രന്ഥത്തിലാണ് കേട്ടോ. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞു രാമചരിതത്തിലെ വിഷയം എന്താണ്? രാമായണത്തിലെ യുദ്ധകാണ്ഡമാണ്. എന്നാൽ ഇതിലെ ഭാവം നോക്കുകയാണെങ്കിൽ ഭക്തിഭാവമാണ് കാണാൻ സാധിക്കുന്നത്. കരുണം, വീര്യം എന്നീ രസങ്ങൾ ഇതിൽ കാണാൻ സാധിക്കുന്നു. പിന്നെ രാമചരിതത്തിലെ അലങ്കാര പ്രയോഗങ്ങളും ശബ്ദഭംഗിയും നോക്കുമ്പോൾ വളരെ മികച്ചതായി ഒന്നാണ്. അതുകൊണ്ട് തന്നെ പിൻകാലത്തെ മലയാള സാഹിത്യത്തിൽ അലങ്കാര പ്രയോഗങ്ങളിലും വർണ്ണനകളിലും രാമചരിതത്തിൻ്റെ സ്വാധീനം വളരെ വലുതാണ്. രാമചരിതം തുടങ്ങുന്നത് ഗണപതി സ്തുതിയാണ്. അന്നത്തെ അധിക കൃതികളും ശിവസ്തുതിയൊക്കെയാണ് കണ്ടത്. എന്നാൽ രാമചരിതത്തിൻ്റെ കാര്യം നോക്കുമ്പോൾ ഗണപതി സ്തുതിയിലാണ് രാമചരിതം ആരംഭിക്കുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു, പാട്ട് സാഹിത്യത്തിലെ സർവ്വലക്ഷണങ്ങളും തികഞ്ഞ ഒരു കൃതിയാണ് ഏത്? രാമചരിതം. ഈ രാമചരിതത്തിൽ 16-ലധികം വൃത്തങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇതിൽ നമ്മുടെ ദ്രാവിഡ വൃത്തങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ യദുക, മോന എന്നീ പ്രാസങ്ങളും ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നു. വിഭക്ത്യാന്തര സംസ്കൃത പദങ്ങൾ അതുപോലെ സ്വീകരിച്ചിരിക്കുന്നു. പിന്നെ സംസ്കൃത പദങ്ങൾ തൽഭവമായിട്ടും തത്സവമായിട്ടും ഒക്കെ നമുക്ക് രാമചരിതത്തിൽ കാണാൻ സാധിക്കും. നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്ന രാമചരിതത്തിലെ ഭാഷയെക്കുറിച്ചാണ്. നമ്മൾ പറഞ്ഞു മലയാള സാഹിത്യത്തിൽ നമുക്ക് കിട്ടിയ പാഠ്യലക്ഷണം ഒത്ത ഒരു കൃതിയാണ് എന്നൊക്കെ. പക്ഷെ അതിൻ്റെ ഭാഷ മലയാളമാണോ? നമ്മൾ ഇപ്പോഴത്തെ മലയാളം വെച്ച് അത് വായിക്കാൻ നോക്കുമ്പോൾ നല്ല പണി കിട്ടും. അപ്പോൾ ഓരോരുത്തരുടെ അഭിപ്രായങ്ങളാണ് ഇവിടെ പറയുന്നത് കേട്ടോ. നമ്മൾ ഓരോ പുസ്തകം വായിക്കുമ്പോൾ കുറേ അഭിപ്രായങ്ങൾ കിട്ടും. അതിൽ വളരെ കുറച്ച് അഭിപ്രായങ്ങൾ മാത്രമേ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അതേതൊക്കെ നോക്കാം. പി ഗോവിന്ദൻപിള്ള പറയുന്നത് മലയാളത്തിൻ്റെ പൂർവ്വ രൂപമാണ് രാമചരിതത്തിൽ കാണുന്നത് എന്നാണ്. പിന്നെ നമ്മുടെ കോവുണ്ണി നെടുങ്ങാടി പറയുന്നത് തമിഴ് തന്നെയാണ് രാമചരിതത്തിലെ ഭാഷയാണ്, മലയാളമല്ല തമിഴാണ് രാമചരിതത്തിലെ ഭാഷ എന്നാണ് കോവുണ്ണി നെടുങ്ങാടി പറയുന്നത്. എന്നാൽ ആറ്റൂർ കൃഷ്ണപിഷാരടി പറയുന്നത് ചെന്തമിഴും മലയാളവും കലർന്ന മിശ്ര ഭാഷയാണ് രാമചരിതത്തിലെ ഭാഷ എന്നാണ് ആറ്റൂർ പറയുന്നത്. ഇനി നമ്മൾ ഉള്ളൂർ പറയുന്നത് എന്താണെന്ന് നോക്കിയാൽ രാമചരിതം അതുണ്ടായ കാലത്തെ മലയാള പാട്ടിൻ്റെ ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത് എന്നാണ്. ഇന്നത്തെ പാട്ടിന് യൂസ് ചെയ്യുന്ന സാഹിത്യ ഭാഷ ഉണ്ടാവുമല്ലോ, അതിലാണ് രാമചരിതം എഴുതിയിരിക്കുന്നതെന്നാണ് ഉള്ളൂർ പറയുന്നത്. അടുത്തതായി ടി.എ. ഗോപിനാഥറാവുവിൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു മലയാള കാവ്യമാണോ അതോ തമിഴ് കാവ്യമാണോ എന്ന് നിർണ്ണയിക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ അഭിപ്രായം നോക്കുമ്പോൾ രാമചരിതം സംസ്കൃത അക്ഷരമാലയുടെ അനുപ്രവേശനത്തിനു മുമ്പ് നിർബന്ധിക്കപ്പെട്ടതാണ്. അതായത് മലയാളത്തിൻ്റെ പ്രാകൃത രൂപമാണ് ഇതിൽ പ്രകാശിപ്പിക്കുന്നത് എന്നാണ്. അതായത് നമ്മൾ മലയാളത്തിലേക്ക് സംസ്കൃത പദങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ മലയാളത്തിൽ എഴുതിയ മാതിരിയാണ്
ഹെർമൻ ഗുണ്ടറ്റിൻ്റെ അഭിപ്രായം പറയുന്നത്. പ്രാകൃത രൂപം, മലയാളത്തിൻ്റെ പ്രാകൃത രൂപം എന്നാണ് ഹെർമൻ ഗുണ്ടറ്റ് പറയുന്നത്. ഇനി ആറ്റൂർ ചേലനാട് അച്യുതൻ മേനോൻ്റെ അഭിപ്രായത്തിൽ മലയാളവും തമിഴും കലർന്ന തെക്കൻ തിരുവിതാംകൂറിലെ ഭാഷാമിശ്രമാണ് ഇതിൽ കാണുന്നത് എന്നാണ്. ഇങ്ങനെ നിരവധി അഭിപ്രായങ്ങളുണ്ട് ഇതിൻ്റെ ഭാഷയിൽ തന്നെ. അതായത് നമുക്ക് രാമചരിതത്തിലെ ഭാഷ ഏതാണെന്ന് കറക്റ്റ് പറയാൻ പറ്റില്ല, അത് ഏത് സ്ഥലത്താണെന്ന് കറക്റ്റ് പറയാൻ പറ്റില്ല. നിരവധി അഭിപ്രായങ്ങളാണ് നമ്മളെ മുന്നിൽ ഉള്ളത്. നമുക്ക് കവിയെ കുറിച്ചുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയാം. നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞു കവി ആരാണ്, ശ്രീരാമനാണ് രാമചരിതം എഴുതിയതെന്ന്. പക്ഷേ എവിടെയെങ്കിലും രാമചരിതമാണ് ഇതിൻ്റെ പേരെന്നോ ശ്രീരാമനാണ് ഇത് എഴുതിയതെന്നോ ഒന്നും നമുക്ക് ആ ഒരു ഗ്രന്ഥത്തിൽ നിന്നും കിട്ടില്ല. ഈ രാമചരിതം എന്നുള്ള പേര് തന്നെ ഇട്ടത് ആരാണ്? ഹെർമൻ ഗുണ്ടറ്റാണ്. രാമൻ്റെ കഥയായതുകൊണ്ട് അത് രാമചരിതമാണെന്നും ഇനി ശ്രീരാമൻ എന്നുള്ള കവിയുടെ പേരിട്ടത് രാമചരിതത്തിലെ അവസാനത്തെ ഭാഗത്ത് ശ്രീരാമൻ എന്ന് കവി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ശ്രീരാമൻ എഴുതിയതാണെന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ശ്രീരാമൻ്റെ രീതിയിൽ തന്നെ വ്യത്യസ്ത തര അഭിപ്രായങ്ങൾ വരുന്നു. ഈ ശ്രീരാമൻ ആരാണെന്നും ശ്രീരാമൻ എവിടുത്തെ കവിയാണെന്നും ഒക്കെയുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത്. അതിൽ കുറച്ച് അഭിപ്രായങ്ങൾ ഞാൻ പറയാം. ഉള്ളൂർ പറയുന്നത് വേനാട് രാജാവായ ശ്രീരാമവർമ്മയാണ് ശ്രീരാമൻ എന്നാണ്. ഒരു പക്ഷേ ശരിയായിരിക്കാം. കാരണം നമ്മൾ പറഞ്ഞു പാട്ടിൻ്റെ ലക്ഷണം അനുസരിച്ചാണ് രാമചരിതം എഴുതിയിരിക്കുന്നത്. അപ്പോൾ ദ്രമിഡ സന്താരാക്ഷര എന്നുള്ള പാട്ടിൻ്റെ നിയമം അനുസരിച്ച് എഴുതുമ്പോൾ ശ്രീ ഒന്നും എഴുതാൻ പറ്റില്ല. അപ്പോൾ ചീന്നൊക്കെ ആക്കിയിട്ട് നമ്മൾ എഴുതേണ്ടി വരും, അതിലെ അക്ഷരങ്ങൾ ഉൾക്കൊള്ളിച്ച്. അതുകൊണ്ട് ചിലപ്പോൾ ശ്രീരാമവർമ്മയായിരിക്കും ശ്രീരാമൻ എന്ന കവി. അതുപോലെ നമ്മളെ പി എഴുത്തച്ഛൻ പറയുന്നത് ശ്രീരാമ കവി ഒരു ഉത്തര കേരളീയനാണ് എന്നാണ്. ആർ നാരായണ പണിക്കരുടെ അഭിപ്രായത്തിൽ ശിവരാമൻ്റെ തൽഭവമാണ് ശ്രീരാമൻ. ഇങ്ങനെ വ്യത്യസ്ത തര അഭിപ്രായങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതാണ് നമ്മളെ രാമചരിതം. കാരണം രാമചരിതം എന്താണ് കൃത്യമായിട്ട് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. പല പല അഭിപ്രായങ്ങളായിരിക്കും അതിൽ കാണാനുള്ളത്. അപ്പോൾ നമ്മൾ ഇനിയും കൂടുതൽ അഭിപ്രായങ്ങൾ പഠിക്കാനുണ്ട്. രാമചരിതം ഒരിക്കലും ഒരു ക്ലാസ് കൊണ്ടോ നമ്മൾ ഒരിക്കലും കഴിയാൻ പോണില്ല. കാരണം അത്രയും പഠനങ്ങളും അത്രയും അഭിപ്രായങ്ങളും രാമചരിതത്തിൽ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് രാമചരിത പഠനങ്ങൾ പരിചയപ്പെട്ടാലോ? ഒന്നാമത്തെ, രാമചരിതത്തിൽ നിന്നും മഹാഭാരതത്തിലേക്ക് എം പുരുഷോത്തമൻ നായരുടെ പഠനമുണ്ട്. പിന്നെ രാമചരിതവും പ്രാചീന മലയാള പഠനവും കെ.എം. ജോർജിൻ്റേതുണ്ട്. രാമചരിതവും ഇളംകുളം കുഞ്ഞമ്പിള്ളയുടെ പഠനമുണ്ട്. രാമചരിതം ഒരു വിമർശനാത്മക പഠനം പ്രൊഫസർ പി.വി. കൃഷ്ണൻ നായരുണ്ട്. ഇനിയും നിരവധി പഠനങ്ങളുണ്ട്. ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ കൂടുതൽ രാമചരിതത്തെക്കുറിച്ച് മനസ്സിലാക്കണം. ഞാനെടുത്ത രാമചരിതത്തിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.